ലക്ഷ്യം കലാപമാണ്. ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും പരീക്ഷിച്ചു വിജയിച്ച അതേ കലാപം ചെയ്യിക്കുന്നത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് തന്നെയുമാണ്. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി സംവരണം എന്ന ചെറുവിഷയത്തിൽ തുടങ്ങിയ പ്രതിഷേധത്തെ പ്രസിഡന്റ് ഷെയ്ഖ് ഹസീനയുടെ പലായനം വരെ എത്തിച്ച കലാപവും വംശഹത്യയുമൊക്കെയായി മാറ്റിയ ഡീപ് സ്റ്റേറ്റ് ഫണ്ടിംഗ്. ഇതേ ശ്രീലങ്കയെയും ബംഗ്ലാദേശിനെയും പിന്നെ പാകിസ്ഥാനെയും ഉപയോഗിച്ച് ഇന്ത്യക്കാർക്കെതിരെ പ്രത്യക്ഷ യുദ്ധം തന്നെ ലക്ഷ്യം വെക്കുകയാണ്. താരിഫ് വർധന ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയെ തളർത്തുക എന്നതിലുപരി പാക് ബംഗ്ലാദേശ് സമ്പദ് വ്യവസ്ഥയെ രക്ഷപ്പെടുത്തുക എന്നതിന് വേണ്ടിയും കൂടിയാണ്. അമേരിക്കയുടെ വരുതിയാൽ നിൽക്കാഞ്ഞ ഷെയ്ഖ് ഹസീനയെ സ്ഥാനഭ്രഷ്ടയാക്കാൻ ബംഗ്ലാദേശിൽ ആയുധമാക്കിയത് വിദ്യാർത്ഥികളെയായിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ദേശവിരുദ്ധ കുടുംബമായ സോണിയ കുടുംബത്തെയാണ്. അസീം മുനീർ എന്ന പാക് മേധാവിയുടെ ട്രംപിന്റെ കാൽക്കീഴിലിരുന്നുള്ള സിന്ധു നദിയിലെ അണക്കെട്ട് തകർക്കും, ഇന്ത്യക്കാർക്കെതിരെ ആറ്റം ബോംബ് പ്രയോഗിക്കും എന്നൊക്കെയുള്ള ജൽപ്പനങ്ങൾ ഓപ്പറേഷൻ സിന്ദൂരിൽ കിട്ടിയ മാരക പ്രഹരങ്ങളുടെ പ്രസ്റ്റേഷൻ മാറ്റാനുള്ള തള്ളലുകൾ മാത്രമായി എഴുതി തള്ളാനാവുന്നതല്ല എന്നാണ് ചില സംഭവങ്ങൾ കാണിക്കുന്നത്. യുദ്ധത്തിന് തയ്യാറെടുക്കൂ എന്നാണ് കരസേന മേധാവി ഉപേന്ദ്ര ത്രിവേദി ചെന്നൈ ITTയിൽ വെച്ച് പറഞ്ഞിട്ടുള്ളത്. രാജ്യത്തിന്റെ ജനാധിപത്യ നിയമവ്യവസ്ഥ സംവിധാനങ്ങളെ മൊത്തം സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ രാഹുലും പ്രിയങ്കയും ദില്ലിയിൽ തെരുവിൽ സമരം ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചാണ് നരേന്ദ്രമോദി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ കയറിയത് എന്നാണ് രാഹുലിന്റെ ആരോപണം. അത് തെളിയിക്കപ്പെട്ടു എന്ന ആധികാരികമായി ഒരേ സ്വരത്തിൽ പറഞ്ഞു വെക്കുകയുമാണ് ഇന്നാട്ടിലെ മാധ്യമങ്ങൾ. ജനങ്ങൾ തെരുവിലിറങ്ങണമെന്ന കലാപം ആഹ്വാനവും പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നീ അമേരിക്കൻ നിയന്ത്രിത അയൽ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന പ്രതികൂല സാഹചര്യത്തിൽ അമേരിക്കയുടെ തീവ്ര ഭീഷണിയുടെ വെല്ലുവിളികൾ ഉന്നയിക്കുന്ന സമയത്ത് തന്നെ അസീം മുനീറിന്റെ ഭീഷണികളും രാഹുലിന്റെ തെരുവ് സമരവും രണ്ടും ലക്ഷ്യം വെക്കുന്നത് ഒന്നു തന്നെയാണ്. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദി സർക്കാരിനെ ജനാധിപത്യ രീതിയിൽ താഴെ ഇറക്കാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ രാഹുലിന് ഒരു ശ്രീലങ്ക ബംഗ്ലാദേശ് മോഡൽ പരീക്ഷണം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവോ എന്നറിയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുലും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും മോദിയെ താഴെയിറക്കും എന്ന അമിത ആത്മവിശ്വാസത്തിലായിരുന്നു. അത് നടക്കാതെ വന്നപ്പോൾ അതിന്റെ നിരാശ ഇവരെ ഒരു വല്ലാത്ത വൈരാഗ ബുദ്ധിയിൽ എത്തിച്ചിരിക്കുകയാണ്. BJP ഭരണം എങ്ങനെയും അട്ടിമറിക്കുക മാത്രമാണ് ലക്ഷ്യം. അതിന് ഏതറ്റം വരെയും പോകും. അമേരിക്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, സോണിയ കുടുംബം, ഇതാണ് കൂട്ടുകെട്ട്. സംഗതി അതീവ ഗുരുതരമാണ്. പുറമെ നിന്ന് യുദ്ധവും അകത്ത് കലാപവുമാണ് പദ്ധതി. പുറത്തു നിന്നുള്ള ഏത് യുദ്ധവും നേരിടാനുള്ള ശേഷി നമ്മുടെ സൈന്യത്തിനുണ്ട്. അതിനാലാണ് അകത്തുള്ള കലാപവും കൂടി ഇവർ ലക്ഷ്യമിടുന്നത്. പുറത്തും അകത്തും യുദ്ധമെന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാനായാൽ അതിലൂടെ ഭരണത്തെ അട്ടിമറിക്കാം എന്നാണ് കണക്കുകൂട്ടൽ. 1925 ഒരു ദേശസ്നേഹിയുടെ ദീർഘദർശിത്വം ഇവിടെയാണ് ലോകം കാണാൻ പോകുന്നത്. ഇവിടെ ഒരു ബംഗ്ലാദേശ് മോഡലും ശ്രീലങ്ക മോഡലും നടക്കില്ല. നാഗ്പൂരിൽ രാഷ്ട്രീയ സ്വയംസേവക് സംഘിന്റെ ആ സ്ഥാനത്ത് സർസംഘ് ചാലകിന്റെ ഇന്നേ വരെയും മത്സരിക്കാനെതിരായി ആരും വരാത്ത കസാരയിൽ ശാന്തത മാത്രം വിളയാടുന്ന മുഖവുമായി ഒരു വ്യക്തി ഇരിക്കുന്നുണ്ട്. ഇന്നാട്ടിലെ സകല മുള്ളുമുരിക്ക്, പാമ്പ്, തേള്, പഴുതാര, മുട്ട, കൊതുക് തുടങ്ങിയ ബംഗ്ലാദേശ് മോഡൽ കലാപം ആസൂത്രണം ചെയ്യുന്ന മുഴുവൻ കൂട്ടരും, കൂട്ടിയാൽ കൂടുന്ന കൂട്ടവും കലാപത്തിനായി തെരുവിലിറങ്ങിയാൽ മറ്റൊന്നുകൂടി ഉണ്ടാകും. സംഘസ്ഥാനത്ത് നിന്നുള്ള ഒരു നിർദ്ദേശം, ഈ നാടിനെ സംരക്ഷിക്കാൻ ഇറങ്ങൂ എന്നൊരു നിർദ്ദേശം വന്നാൽ അത് ഏറ്റെടുക്കാൻ കോടിക്കണക്കിനായ സ്വയം സേവകർ, ഈ നാടിനു വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായവർ ഇവിടെ നിശബ്ദരായി നിലയുറപ്പിച്ചിട്ടുണ്ട്. അത് രാഹുലും പ്രിയങ്കമോളും കാട്ടിക്കൂട്ടുന്ന കൈകൊട്ടി പ്രകടനമായിരിക്കില്ല, കൈവിട്ടു പോകുന്ന പ്രകടനവുമായിരിക്കില്ല. സംഘത്തിന്റെ അച്ചടക്കവും അതോടൊപ്പമുള്ള പ്രഹരശേഷിയും അന്ന് ലോകം കാണും. ഈ നാടിനെ തകർക്കാൻ നിങ്ങൾ ശ്രമിച്ചോളൂ, പക്ഷെ അത് ഞങ്ങളുള്ള കാലത്തോളം നടക്കില്ല.